കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് ആലാപ്സ്. കഥയ മമ കഥകളതി സാദരം. കഥ പറയും നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം. കഴുകൻ, ഫ്രാൻസ് കാഫ്ക. 20-ാം നൂറ്റാണ്ടിലെ ദാർശനിക ചിന്തകരായ നോവലെഴുത്തുകാരൻ പ്രമുഖനായ ഫ്രാൻസ് കാഫ്കയുടെ കഴുകൻ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. അസ്തിത്വവാദവും അസംബന്ധവാദവും ദാർശനികരെയും സാഹിത്യകാരന്മാരെയും സ്വാധീനിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കാഫ്കയുടെ സാഹിത്യകൃതികൾ ജന്മം കൊണ്ടത്. ആധുനിക ജർമ്മൻ നോവലെഴുത്തുകാരിൽ പ്രമുഖനാണ് കാഫ്ക. ഷെനെ, കീർക്കഗോർ, സാർത്ര, കാമു തുടങ്ങിയ എഴുത്തുകാരെ പോലെ ജീവിതത്തിൻ്റെ അശാന്തതലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും വ്യാകുലപ്പെടുകയും ചെയ്ത ഈ കഥാകാരൻ നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെ കടുത്ത കലാപമുയർത്തി. ജീവിതകാലം മുഴുവൻ മുതലാളിത്തത്തിനെതിരായി നിലകൊണ്ടു. ക്ഷയരോഗം ബാധിച്ച് ശാരീരികമായി ദുർബലനായ കാഫ്ക ജീവിതത്തിൽ വളരെയേറെ സങ്കടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കാഫ്കയുടെ കഥകളെക്കുറിച്ച് KP അപ്പൻ എഴുതി. വിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും അസംബന്ധത്തിൻ്റെയും സുതാര്യതയുടെയും അതാര്യതയുടെയും സങ്കീർണമായ ലോകങ്ങൾ തുറന്നിടുന്ന കാഫ്കയുടെ കഥകൾ ആദ്യത്തെ നോട്ടത്തിൽ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് പിന്നീട് ഏറ്റവും വലിയ പരമാർത്ഥം എന്ന തോന്നൽ സൃഷ്ടിക്കും വിധം ഉന്നത ജീവിതത്തെക്കുറിച്ചുള്ള ദൃഷ്ടാന്ത കഥകളായി പരിണമിക്കുന്നു. 1920-ലാണ് കാഫ്ക കഴുകൻ എന്ന കഥ എഴുതുന്നത്. അതിന് 3 കൊല്ലം മുമ്പാണ് അദ്ദേഹത്തിന് ക്ഷയരോഗം വരുന്നത്. അപരിഹാര്യമായ ഒരു രോഗാവസ്ഥയെ നേരിടുന്ന എഴുത്തുകാരൻ്റെ മനസ്സിൻ്റെ വിഭ്രമങ്ങളുടെ പ്രതീകാത്മകമായ ആവിഷ്കാരമാണ് കഴുകൻ. കാഫ്കയെ ബാധിച്ച ക്ഷയരോഗവും അതുമൂലം അദ്ദേഹം നേരിട്ട മാനസികമായ അസ്വാസ്ഥ്യങ്ങളുമായിട്ട് ചേർത്ത് വെച്ച് വേണം കഴുകൻ എന്ന കഥയെ മനസ്സിലാക്കാൻ. കാഫ്കയുടെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: വിധിന്യായം, രൂപാന്തരം, നാട്ടുംപുറത്തെ ഡോക്ടർ, യാത്രക്കാരി, നാട്ടുവഴിയിലെ കുട്ടികൾ. പരിഭാഷയ്ക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ശ്രീ V രവികുമാറാണ് കാഫ്കയുടെ കഴുകൻ എന്ന കഥ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തു. അതാണ് ഈ പരിപാടിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. കഴുകൻ, ഫ്രാൻസ് കാഫ്ക. ഒരു കഴുകൻ എൻ്റെ കാൽപാദങ്ങൾ കൊത്തിപ്പൊളിക്കുകയായിരുന്നു. ബൂട്ടുകളും സോക്സുകളും തുണ്ടുതുണ്ടാക്കിയിട്ട് അതിപ്പോൾ എൻ്റെ പാദങ്ങൾ തന്നെ കുത്തിക്കീറുകയാണ്. പിന്നെയും പിന്നെയും എന്നെ ആക്രമിച്ചിട്ട് അത് പലതവണ അസ്വസ്ഥനായി വട്ടം ചുറ്റിപ്പറന്നു. എന്നിട്ട് വീണ്ടും എന്നെ വന്ന് കൊത്താൻ തുടങ്ങി. ഒരു മാന്യൻ ആ വഴി കടന്നുപോയി. അല്പനേരം നോക്കി നിന്നിട്ട്
എന്താണ് ഞാൻ ആ കഴുകനെ ഓടിച്ചു കളയാത്തതെന്ന് അദ്ദേഹം ചോദിച്ചു. ഞാൻ നിസ്സഹായനാണ്, ഞാൻ പറഞ്ഞു. ഇത് വന്ന് എന്നെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാനതിനെ ആട്ടിക്കളയാൻ നോക്കിയതാണ്. കഴുത്ത് ഞെരിക്കാൻ കൂടി നോക്കി. പക്ഷേ ഈ ജന്തുക്കൾക്ക് വല്ലാത്ത ബലമാണ്. മുഖത്ത് ചാടി വീഴാൻ നോക്കിയപ്പോൾ ഞാൻ കാല് നീട്ടിക്കൊടുക്കുകയായിരുന്നു. ഇപ്പോഴത് കഷണങ്ങളായിരിക്കുന്നു. ഇങ്ങനെ പീഡനത്തിന് നിന്ന് കൊടുക്കുകയെന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു. ഒറ്റ വെടിയുണ്ട മതി, കഴുകൻ്റെ കഥ കഴിഞ്ഞു. സത്യമായിട്ടും? ഞാൻ ചോദിച്ചു. താങ്കളതൊന്ന് ചെയ്യുമോ? സന്തോഷത്തോടെ, അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ പോയി തോക്കെടുത്ത് വരേണ്ട താമസമേയുള്ളൂ. അരമണിക്കൂർ കൂടി പിടിച്ചു നിന്നുകൂടി? അതെനിക്ക് നല്ല ഉറപ്പില്ല. വേദന കൊണ്ട് ഒരു നിമിഷം ഞാൻ മരവിച്ചു നിന്നുപോയി. ദയവ് ചെയ്ത് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാമോ? ശരി, അദ്ദേഹം പറഞ്ഞു. ഞാൻ കഴിയുന്നതും വേഗമെത്താം. കഴുകൻ ഞങ്ങളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ അവൻ മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. അവൻ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് എനിക്ക് ബോധ്യമായി. അവൻ പറന്നുയർന്ന് നല്ല ആയമെടുക്കാൻ വേണ്ടി പിന്നിലേക്ക് വളഞ്ഞിട്ട് ഒരു ജാവലിൻ ഏറുകാരനെ പോലെ അവൻ്റെ കൊക്ക് എൻ്റെ വായിലൂടെ എന്നിലേക്ക് കുത്തിയിറക്കി. മലർന്നടിച്ച് വീഴുമ്പോൾ എല്ലാ ഗർത്തങ്ങളും നിറയ്ക്കുന്ന, എല്ലാ തീരങ്ങളും മുക്കുന്ന എൻ്റെ രക്തത്തിൽ അവൻ തിരിച്ചു വരാത്തവണ്ണം മുങ്ങിത്താഴുന്നത് ആശ്വാസത്തോടെ ഞാൻ അറിഞ്ഞു. ശ്രീ വി രവികുമാർ വിവർത്തനം ചെയ്ത ഫ്രാൻസ് കാഫ്കയുടെ കഴുകൻ എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ നിങ്ങൾ കേട്ടത്. ശ്രീ വി രവികുമാറിനോടുള്ള കടപ്പാട് രേഖപ്പെടുത്തട്ടെ. എല്ലാ റേഡിയോ ബൻസുകാർ ശ്രോതാക്കൾക്കും നന്ദി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികരിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കഥ പറയും നേരം. സകല ശുഖകുല വിമല തിലകിത കളേബരേ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ RS രാജീവ്. സാരസ്യ പീയൂഷ സാര സർവസ്വമേ. സാങ്കേതിക സഹായം ശരത് കഥയ ആലാപ്സ്. മമ കഥയ മമ കഥകളതി സാദരം.